ഹായ്, വെൽക്കം ടു സ്ക്രാപ്പി സീറോ വേസ്റ്റ് പ്ലീസ്. നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലാണ്. 2024-25 വാർഷിക പദ്ധതിയിൽ 200ഓളം കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്ററുകളാണ് നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഫാത്തിമ സുഹ്റ എന്നിവരുടെ വീട്ടിലാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. ഡൈജസ്റ്റർ ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷവും ഉള്ള അവരുടെ എക്സ്പീരിയൻസ് അവരുടെ അടുത്ത് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. താത്ത, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രത്തോളമായി? ഒരു വർഷം ആയിട്ട്. അത് കിട്ടിയിട്ട് ഞാൻ എൻ്റെ കാല് ഒന്ന് ഓപ്പറേഷത്തിന് പോയി. അപ്പോൾ അതവിടെ വെച്ചു. അത് ശരിയായി ഒരു 5-6 മാസം കഴിഞ്ഞിട്ടാണ് ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഉപയോഗിച്ചിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? ഉപയോഗിച്ചിട്ട് നമ്മളെ വേസ്റ്റുകളൊക്കെ അടുക്കളൻ്റെ ഒക്കെ അതിൽ കൊണ്ടിട്ടിട്ട് നമുക്ക് അവിടെ ഇവിടെയും വലിച്ചെറിയണ്ട, അത് അവിടെ ഇടും. എന്തെല്ലാം വേസ്റ്റുകളാണ് അപ്പോൾ അതിലേക്ക് ഇടുന്നത്? പച്ചക്കറി വേസ്റ്റ് തന്നെ കാര്യമായിട്ട് ഞാൻ അതിലിടുന്നത്. പിന്നെ എല്ലാ പച്ചക്കറി വേസ്റ്റുകളും നമ്മൾ ഫ്രൂട്ട്സിൻ്റെ തൊലികൾ ഇതൊക്കെ അതിൽ കൊണ്ടിടും. ഇതിന് മുന്നേ എന്തായിരുന്നു ചെയ്തിരുന്നത്? അപ്പോൾ ഞാൻ ബക്കറ്റിലൊക്കെ ഇങ്ങനെ വെക്കുമായിരുന്നു. ബക്കറ്റിൽ വെച്ച് മഴ നനയാതെ വെച്ചിട്ട് അത് ഒരു ഓട്ടിട്ട് കൊടുക്കും. അപ്പം അങ്ങനെ പുറത്ത് വെക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ അങ്ങനെ ഒലിച്ചു പോയിട്ട് പിന്നെ ഞാനിങ്ങനെ ചെടിക്ക് അതൊക്കെ വാരിയിട്ട് കണ്ടപ്പോൾ ഇതിങ്ങനെ ഉണ്ട് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പേര് കൊടുത്ത് വാങ്ങിയത്. അപ്പോൾ ഇത് അനുഭവം ഉണ്ടാവുകൊണ്ട് ഇങ്ങനെ കിട്ടിയാൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല? പുഴുക്കൾ അതിലുണ്ടാവുമ്പോൾ നമ്മൾ ആ പൊടി വാരിയിട്ട് കൊടുക്കും. കുറച്ചൊക്കെ ആവുമ്പോൾ അകത്തേ ഉണ്ടാവുള്ളൂ, അത് കുഴപ്പമില്ല. പുറത്തില്ലല്ലോ? അകത്ത് കാണുമ്പോൾ ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇത് നമ്മുടെ വേസ്റ്റിനനുസരിച്ച് ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്ക് ഒരു 3 പൊടിയോളം ഇതിനാക്കില്ല, നമുക്ക് ആ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് അവഞ്ഞ് പോയിട്ട് അത് പെട്ടെന്ന് നിറയണമൊന്നുമില്ല. അപ്പൊ ഇനി നിറയുമ്പോൾ മറ്റത് മാറ്റി വെച്ചിട്ട് ഇതെടുത്ത് ഉപയോഗിക്കാം. ഞാൻ ഈ ഫ്രൂട്ട്സ് തൈകൾക്ക്, ചെടികൾക്ക്, എനിക്ക് കാര്യമായിട്ട് ചെടികൾ, പച്ചക്കറി ഒക്കെ ഉണ്ട് അവിടെ. അതിനൊക്കെ ഏതായാലും നമ്മള് വളം വാങ്ങണ്ടേ. അപ്പൊ നമ്മള് ഇതുകൊണ്ട് അതിന്റെ ബാക്കി വാങ്ങിയാൽ മതിയല്ലോ. അപ്പൊ അതങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പൊ ഇതിപ്പോ പുതുതായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, ഓലോട് എന്താ പറയാറുള്ളത്? നല്ലത്. നമുക്ക് വേസ്റ്റ് അവിടെ ഇവിടെയും വലിച്ചെറിഞ്ഞ അത് അല്ലെങ്കിൽ പന്നി അല്ലെങ്കിൽ അത് വന്ന് ശല്യം ചെയ്യുന്നില്ല, പെരുത്തൊന്നുമില്ല. അത് അവിടെ നിന്നാല് നമുക്കിത് ഉപകാരമാണ്. നമ്മൾ വലിച്ചെറിഞ്ഞ് ചീഞ്ഞളിഞ്ഞൊന്നും കടന്ന് ഈച്ചയും ഇതൊന്നും വരുന്നില്ല. അതൊക്കെ നല്ലല്ലോ. അപ്പൊ ഈ കൊതുക് അങ്ങനെ നമ്മൾ ഇത് മരത്ത് ഇത് ഏറ്റവും ഉപകാരമുള്ളത് കുറച്ച് സ്ഥലമുള്ളവർക്ക്, സ്ഥലപരിമിതി ഉള്ളവർക്ക്. നമുക്കിപ്പോ ഇത് കുറച്ചിങ്ങനെ ഉണ്ടാകൊണ്ട് ഇങ്ങനെ എന്നാലും ഇതെന്താ പറയുക, ഇങ്ങനെ ഇനിയിപ്പോൾ ഒരു ചക്കമടലൊക്കെ ഇഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ കറച്ചിട്ട് ചെറുതാക്കി ഇട്ട് കൊടുത്താൽ ഈച്ച വരൂല നമ്മളെ പെരയിൽ. കാര്യമായിട്ട് മെയിൻ ഈച്ചയും കൊതുകും നമ്മളെ പെരയിൽ ഉണ്ടാവൂല ഇത് വെച്ചാല്. അപ്പൊ അത് ആ പുഴുക്കൾ ആ പൊടി ഇടുമ്പോ നമുക്കത് അവഞ്ഞത് വളമായി. നിറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് വൈകിയാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഞാൻ ഇവിടെ ഇല്ലാത്ത കാരണം. ഇത് നമുക്ക് ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെടികൾക്ക് പറഞ്ഞ പോലെ ഉപയോഗിക്കാം. അത് അവിടെ കുറച്ച് വെച്ചാല് പിന്നെ നമ്മൾ മറ്റത് ഉപയോഗിക്കുമ്പോഴേക്ക് ഇത് നല്ല വളമായി കിട്ടും. അങ്ങനെ ബക്കറ്റുകൾ ഇങ്ങനെ മാറി മാറി ഞാൻ വെച്ചത് ആദ്യം ഞാൻ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് അങ്ങനെ നല്ല പൊടിയായി കിട്ടും അത്. അപ്പൊ നമുക്ക് നല്ല വളമാണ്. അപ്പൊ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ ഉപയോഗിച്ചതിന് മുമ്പും ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഇതിന് ഉപയോഗിക്കുന്ന ഇത് നമ്മള് മറ്റേ ബക്കറ്റിലാവുമ്പോ നമ്മളതിന് എന്തെങ്കിലും അടപ്പ് തെരഞ്ഞൊക്കെ പോണം. ഇതാവുമ്പോ ആ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുമ്പോ തന്നെ അടപ്പുണ്ട്, പിന്നെ നമുക്ക് അടിയിലെടുക്കാനുള്ള സൗകര്യം ഉണ്ട്. അതപ്പോ ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഒന്ന് പെരിച്ചായി എലിയൊന്നും ഇതിൽ കയറൂല. അങ്ങനെ അതവിടെ ഇട്ടാൽ അവിടെ സുഖമായി അവിടെ ഇങ്ങനെ സേഫ്റ്റി ആയിട്ട് അതവിടെ ഇരിക്കുള്ളൂ. ആരും അതിൽ ആക്രമിക്കാനൊന്നും എനിക്ക് വരൂല, കിട്ടൂല. എല്ലാരും പറയുന്നുണ്ട് ഇതിൽ മീനിന്റെ വേസ്റ്റ് ഒക്കെ ഇടാൻ. ഞാൻ ഇട്ടിട്ടില്ല. മീനിന്റെ വേസ്റ്റ് ഒക്കെ ഇടാം, ഇറച്ചിയും കാര്യങ്ങളൊക്കെ ഇടാം. അതിന്റെ വെള്ളം ഉണ്ടാവരുത്. വെള്ളം മാക്സിമം കളഞ്ഞാണ്ട് നമുക്ക് കാര്യങ്ങൾ. മീനൊക്കെ പിന്നെ അവിടെ കുറെ പൂച്ചകളുണ്ട്, അതിന് ഇട്ട് കൊടുക്കും. അപ്പൊ അതിലിട്ടിട്ടില്ല ഇതുവരെ. ഇനി മണം വരുമോന്നൊരു ഉണ്ടായിട്ട്. ഇല്ല, കുഴപ്പമില്ല, ഇടാം. ഇടാല്ലേ? മുട്ടത്തോടും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. മുട്ടത്തോടൊക്കെ അതിലിടണം. ശരി. അപ്പോൾ മൊത്തത്തില് ഹാപ്പിയാണ് ഇത് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ ഒരു താത്താൻ്റെ ഒരു വിലപ്പെട്ട സമയം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതിന് എൻ്റെയും ടീമിൻ്റെയും പേരിൽ നന്ദി പറയുന്നു. താങ്ക് യു.